സോ ഹലോ പൈൽ നമ്പർ 3. പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ അസ്ട്രോഡെക്കിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഏരീസ് ആണ്. ഏരീസ് സോഡിയസ് സൈൻ ആണ് ലഭിച്ചേക്കുന്നത്. ഫസ്റ്റ് ഹൗസ് ആക്ട്. ഓക്കെ, ഓൾ റൈറ്റ്. നമുക്ക് റൈഡർ വൈറ്റ് ഡക്കിൽ നിന്ന് അവർക്ക് എന്ത് ഡീറ്റെയിൽസ് ആണ് വരുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് എന്താണ്? പൈൽ നമ്പർ 3 ഓഫ് സോർഡ്സ്. ഓൾ റൈറ്റ്. Pile number 3 Ace of Swords. Okay, and Queen of Swords. Great. സോൾ പർപ്പസ് ഡെക്കിൽ നിന്ന് അവർക്ക് എന്ത് ഡീറ്റെയിൽസ് ആണ് കിട്ടുന്നതെന്ന് നോക്കാം. പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് സോഷ്യൽ വർക്കർ, ജസ്റ്റിസ്. ഗ്രേറ്റ്. Manufacturer, entrepreneurship. All right. എന്താണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്? മെർച്ചന്റ്, entrepreneurship. All right. So listen. ഈ കാർഡ് ഈ പൈൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഇത് അറിയാലോ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരു നല്ല വിഭാഗം ആളുകളുടെയും ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സോഷ്യൽ വർക്കാണ്. ഓൾ റൈറ്റ്. അവർ എന്ത് തരത്തിലുള്ള പ്രൊഫഷനിൽ ഇരിക്കുന്നവരായിരുന്നാലും വളരെ നല്ല ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റീസ് ഉള്ള ആളുകളായിരിക്കും. ഓൾ റൈറ്റ്. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഹൗസ്, ഏരീസ് സോഡിയാക് സൈൻ, ഫസ്റ്റ് ഹൗസ് അസ്ട്രോളജി പ്രകാരം ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ ഇൻഡിപെൻഡൻസി, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന ആക്ഷൻസിനെയാണ് ഫസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഫിസിക്കലി നിങ്ങളുടെ ഫസ്റ്റ് ഹൗസ് നിങ്ങളെ തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് സ്വയമേ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം ഫസ്റ്റ് ഹൗസ് റിലേറ്റ് ചെയ്താണ് വരുന്നത്. ഓക്കെ, ആൻഡ് ഹിയർ 2 കാർഡുകൾ നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് എന്താ പറയുക, ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന ഇതുമായി ബന്ധപ്പെട്ട് 2 കാർഡ് വന്നിരിക്കുന്നത് കാണാം. ആൻഡ് ഏസ് ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്. ഓൾ റൈറ്റ്. ഈ ക്വീൻ ഓഫ് സോർഡ്സ് എന്ന് പറയുന്ന കാർഡ് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് വളരെ നല്ല ഹ്യൂമാനിറ്റേറിയൻ ക്വാളിറ്റീസ് ഉണ്ട്. മറ്റുള്ളവർക്ക് ഒരു വിഷമം വരുന്ന സമയത്ത് ഒന്നും നോക്കാതെ എടുക്കാതെ തന്നെ അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ട്. മറ്റൊരു കാര്യത്തിൽ ഒരു റിസ്കോ മറ്റു കാര്യങ്ങളോ ചിന്തിക്കാതെ തന്നെ അവരെ സഹായിക്കാനുള്ളൊരു മനസ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. ഓക്കെ, ആൻഡ് ക്വീൻ ഓഫ് സോർഡ്സ് ക്ലിയർലി ഷോസ് ദാറ്റ്, ആൻഡ് ഏസ് ഓഫ് സോർഡ്സ് ഓൾസോ ക്ലിയർലി ഷോസ് ദാറ്റ് നിങ്ങളുടെ ഉള്ളിൽ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയും നല്ല ഡിസിഷൻ മേക്കിങ്ങിനുള്ള കഴിവുകളും ഉണ്ട്. സോ ഇവിടുത്തെ സോഷ്യൽ വർക്കർ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റേറിയൻ ആണ്, അതെല്ലാം ശരിയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷനിലൂടെ മാക്സിമം നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന പ്രൊഫഷൻ മേ ബി 9 to 5 ഒരു ജോബ് ആയിരിക്കാം, ബട്ട് സൈഡ് ബൈ സൈഡ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവാം. ഓൺലൈൻ ബിസിനസ്സുകളോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടാവാം. അതിലൂടെ അതിൽ കൂടെ കിട്ടുന്ന ഫിനാൻഷ്യൽ ഗെയിൻ വഴി മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ എപ്പോഴും മുന്നിട്ട് വരുന്ന ഒരാളാണ്. അതിനുള്ള സാധ്യതകളും നന്നായിട്ടുണ്ട്. നിങ്ങൾ ഡയറക്റ്റായിട്ട് ചെന്ന് ഒരാളെ സഹായിക്കാനുള്ള മനസ്സുള്ളവരുമുണ്ട്, സോഷ്യൽ വർക്കേഴ്സുമുണ്ട്. ഓൾസോ നിങ്ങൾ ചെയ്യുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, നിങ്ങളുടെ മുന്നിൽ വിഷമിച്ച് കരയുന്ന ഒരാളെ നോക്കി വെറുതെ കൈയും കെട്ടിയിരിക്കുന്ന ഒരു വ്യക്തി അല്ല നിങ്ങൾ. തീർച്ചയായിട്ടും നമ്മളെല്ലാം ലൈഫ് പർപ്പസ് മനസ്സിലാക്കുന്ന ഒരു സമയം വരും നമ്മുടെ ലൈഫിൽ. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫ് പർപ്പസിൻ്റെ ഒരു ഭാഗമാണ് ഇതെല്ലാം. ചിലപ്പോൾ കുട്ടിക്കാലം മുതലേ നിങ്ങളുടെ ഉള്ളിൽ ആ കഴിവുകൾ ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ ലേറ്റായിട്ടായിരിക്കും. മനസ്സിലാക്കി തുടങ്ങുന്ന ആ നിമിഷം മുതൽ നിങ്ങൾ അതിലേക്ക് പൂർണ്ണ മനസ്സോടെ നിൽക്കും. ഓൾ റൈറ്റ്. സോ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നതും ഓൾസോ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് സ്വയമേ കാര്യങ്ങൾ ചെയ്ത് അതിലുകൂടെ നേടുന്ന ഗെയിൻസ് മറ്റുള്ളവരായിട്ട് സൊസൈറ്റിയിൽ പാവങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ, സോഷ്യൽ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരിക്കും. അതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. നിങ്ങളുടെ ഈ ജീവിതത്തിൽ നിങ്ങൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതിനു വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങളിൽ എത്ര പേർക്ക് ഇത് റെസണേറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് ദയവ് ചെയ്ത് കമൻസിൽ രേഖപ്പെടുത്തുക. All right, thanks for watching.
ഹലോ പൈൽ നമ്പർ 4. സോ പൈൽ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അസ്ട്രോ ഡെക്കിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചേക്കുന്നത് സ്കോർപിയോ ആണ്. 8th ഹൗസ് സ്കോർപിയോ. ഇൻവെസ്റ്റിഗേറ്റ്. ഓൾ റൈറ്റ്. റൈഡർ വൈറ്റ് ഡെക്കിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് എന്താണ്? ദ ഫൂൾ. ഓക്കെ, the sun. Great. Then file number 4 select ചെയ്തവരുടെ ലൈഫ് പർപ്പസ് എന്താണ്? 7 of swords. All right. സോൾ പർപ്പസ് ഡെക്കിൽ നിന്ന് എന്തൊക്കെ ഡീറ്റെയിൽ ആണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. സോൾ പർപ്പസ് ഡെക്കിൽ നിന്ന് ഫയൽ നമ്പർ 4 സെലക്ട് ചെയ്തവർക്ക് സയന്റിസ്റ്റ്. ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ദെൻ ഇലക്ട്രീഷ്യൻ. ബിൽഡിംഗ്. ഓൾ റൈറ്റ്. ഫയൽ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ് ഇൻറ്റ്യൂട്ടീവ്. ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ആക്ച്വലി മൂന്ന് കാർഡുകളിൽ നല്ല രീതിയിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 8th ഹൗസ് സ്കോർപിയോ, അതിലും ഇൻവെസ്റ്റിഗേറ്റ് എന്നൊരു വേർഡ് വരുന്നുണ്ട്. ആൻഡ് സയന്റിസ്റ്റ്, ഇൻവെസ്റ്റിഗേഷൻ. ഇൻറ്റ്യൂട്ടീവ്, ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ആൻഡ് ദ ഫൂൾ, ദ സൺ, 7 of swords. സോ ഒരു കാര്യം നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമാണ്. സമൂഹത്തിൽ നടക്കുന്ന കറപ്ഷൻ, തിന്മകൾ ഒഴിവാക്കാനുള്ള സാഹചര്യമാണ് നിങ്ങൾക്ക് ദൈവം ഈ ജന്മത്ത് നൽകാൻ പോകുന്നത്. അതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ലൈഫ് പർപ്പസ്. സമൂഹത്തില് ഒറ്റപ്പെട്ടു പോകുന്നവര്, കഷ്ടനുഭവിക്കുന്നവര്, ചതിയിലകപ്പെടുന്നവര്, ഓക്കെ, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പവർ ദൈവം നിങ്ങൾക്ക് ഈ ജന്മത്ത് നൽകും എന്ന് എടുത്തെടുത്തതിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് ശരി സംഭവിച്ചത്, ശരി ഏത്, തെറ്റേത്, ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ മറ്റുള്ളവരെ നിയോഗിക്കാനുള്ള ഒരു പവർ നിങ്ങളുടെ കയ്യിലുണ്ട്. ഓൾസോ യു വിൽ ഓൾസോ ഡു ദ ഇൻവെസ്റ്റിഗേഷൻ. അതിനുള്ള കഴിവും നിങ്ങളുടെ കയ്യിലുണ്ട്. ഓക്കെ, എന്ത് കാര്യവും വളരെ ചിന്തിച്ച് മാത്രം, എടുത്തു ചാടാതെ വളരെ ചിന്തിച്ച് മാത്രം പ്രവർത്തിച്ച്, പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ചതിക്കപ്പെട്ടവര്, മെയിനായിട്ട് ചതിക്കപ്പെട്ടവര്, സമൂഹത്തിൽ നടക്കുന്ന കറപ്ഷൻ, ചതികള്, വഞ്ചനകള് എന്താണ്, ആരിലൂടെ സംഭവിക്കുന്നു, അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ആദ്യം അത് ശരിയാണോ, ശരി ഏതാണ്, തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാനുള്ള, അത് എന്താ പറയുന്ന കള്ളം വെളിച്ചത്തിൽ കൊണ്ടുവരാനുള്ള കഴിവും പവറും ഈ ജന്മത്ത് ദൈവം നിങ്ങൾക്ക് തരും. ഓക്കെ, ഹിയർ ഓൾസോ ഇലക്ട്രീഷ്യൻ കാർഡ്, ദ ബിൽഡിംഗ്. മറ്റുള്ളവരുടെ ലൈഫ്, ഓക്കെ, നശിപ്പിക്കപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരുടെ ലൈഫ്, പലരാൽ ചതിക്കപ്പെട്ടിട്ടുള്ള മറ്റുള്ളവരുടെ ലൈഫ് വീണ്ടും റീബിൽഡ് ചെയ്യാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. ഓക്കെ, സോ വളരെ വ്യക്തമാണ് ഇവിടെ. നിങ്ങൾക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പവർ ഈ ജന്മത്തിൽ ലഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും. ബൈ പ്രൊഫഷൻ മേ ബി നിങ്ങൾ സിവിൽ സർവീസോ ഇല്ലെങ്കിൽ പോലീസ് ഓഫീസേഴ്സോ, ഓക്കെ, എന്താ പറയുക, അത്തരത്തിലുള്ള പ്രൊഫഷൻസിലും ആകാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള കഴിവുകൾ ജന്മസിദ്ധമായിട്ടുണ്ട്. ഫ്രണ്ടിലിരിക്കുന്ന അതോറിറ്റീസിനെ, ഓക്കെ, സമൂഹത്തിലെ അതോറിറ്റീസിനെ കാര്യങ്ങൾ വ്യക്തമായി ധരിപ്പിക്കാൻ നിങ്ങൾ മുന്നിട്ട് വരും. നിങ്ങളുടെ ലൈഫ് പർപ്പസ് അതാണ്. ഒരിക്കലും ആർക്കും അവരവരുടെ ലൈഫ് പർപ്പസിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എത്രത്തോളം നേരത്തെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് മനസ്സിലാക്കാൻ മുന്നോട്ട് പോകുന്നു, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ സക്സസ് നിങ്ങൾക്ക് ലഭിക്കും. ഓൾ റൈറ്റ്. സോ ഇത് വളരെ വ്യക്തമാണ്, വളരെ നല്ലൊരു പൈലാണ്. സമൂഹത്തിൽ നടക്കുന്ന തിന്മകളെ വെളിച്ചത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നിങ്ങളുടെ ലൈഫ് പർപ്പസ്. പൈൽ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ ലൈഫ് പർപ്പസ്. ഓൾ റൈറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് ദയവായി കമൻസിൽ രേഖപ്പെടുത്തുക. ഓൾ റൈറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.